എല്ലാവർക്കും മൊബൈൽ ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ സാധാരണ കിടക്കുന്നതിന് മുമ്പ് ഫോൺ ചാർജിങ്ങിന് വെക്കുന്ന വ്യക്തിയാണോ? അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ 90% ആളുകളും കിടക്കാൻ നേരത്ത് ഫോൺ ചാർജിങ്ങിന് വെക്കുന്നവരാണ്. ബാക്കി 10% ആളുകളാണ് അല്ലാത്ത സമയങ്ങളിൽ ചാർജ് ചെയ്യുന്നത് എന്നാണ് റിപ്പോർട്ട്. എന്നിരുന്നാലും ഭൂരിഭാഗം പേർക്കും രാത്രി സമയമാണല്ലോ ഫോണിന് റെസ്റ്റ് കൊടുക്കാൻ കഴിയുന്ന സമയം. അത്തരത്തിലുള്ളവർക്ക് വേണ്ടി ഞാനിത് ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുന്നു. ആപ്ലിക്കേഷൻ്റെ പേര് ബാറ്ററി ബസർ എന്നാണ്. ബാറ്ററി ബസർ എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഫോണിൽ എത്ര % ചാർജ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാവുന്നതാണ്. ഓക്കെ, ഞാൻ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. ബാറ്ററി ബസർ എന്ന ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ലഭ്യമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നോക്കാം. തന്നിരിക്കുന്ന ലിങ്കിൽ നിന്നും ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയായിരിക്കും കാണുവാൻ സാധിക്കുന്നത്. നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഡെനി ആളോ എന്ന് കാണിക്കും. നമുക്കിവിടെ ഡെനി എന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ 2 ഐക്കണാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. ഒന്ന് ടെമ്പറേച്ചറിൻ്റെയും അതുപോലെ തന്നെ ഒരു ബെല്ലിൻ്റെയും ഐക്കൺ ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. നമുക്കിവിടെ റൈറ്റ് സൈഡിൽ കാണുന്ന ബെല്ലിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ബാറ്ററി ലെവൽ അലാം എന്ന് കാണിക്കും. നമുക്ക് എത്ര %ആണോ നമുക്ക് അലാം ലഭിക്കേണ്ടത്. ഇപ്പോൾ നമുക്ക് 100% ആണ്, അല്ലെങ്കിൽ ബാറ്ററി ഫുൾ ആകുമ്പോഴാണ് നമുക്ക് അലാം ലഭിക്കേണ്ടത് എങ്കിൽ നമുക്ക് 100ൽ വെച്ച് ഇവിടെ ബാറ്ററി ലെവൽ അലാം എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഫോൺ 100% ആയി കഴിയുമ്പോൾ നമുക്ക് ഒരു അലാം വരുന്നതാണ്. അതിനിപ്പോൾ എക്സാമ്പിളായി ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ 21% ആണ് എൻ്റെ ബാറ്ററി ലെവൽ. ഞാൻ 21ൽ വെച്ച് എനേബിൾ ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടതുപോലെ നമ്മുടെ ബാറ്ററി % നമ്മൾ എത്രയിലാണ് വെക്കുന്നത് അപ്പോൾ നമുക്ക് അലാം ലഭിക്കും. അതനുസരിച്ച് നമ്മുടെ ഇപ്പോൾ ഫുൾ ബാറ്ററിയിലാണ് നമ്മൾ അലാം സെറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 100% ആകുമ്പോൾ നമുക്ക് അലാം ലഭിക്കും. അതനുസരിച്ച് നമുക്ക് കേബിൾ ഊരി മാറ്റാവുന്നതാണ്. അങ്ങനെ മാറ്റുന്നതിലൂടെ നമ്മുടെ ബാറ്ററി നമുക്ക് സേവ് ചെയ്യാവുന്നതാണ്. ഈ ആപ്ലിക്കേഷൻ കൊണ്ട് വേറൊരു ഉപയോഗം കൂടിയുണ്ട്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ടെമ്പറേച്ചറിൻ്റെ ഐക്കണിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ഫോണിൻ്റെ ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ നമുക്കിവിടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ എൻ്റെ ഫോണിൻ്റെ ഒരു 35 °C ഞാനിവിടെ ടെമ്പറേച്ചർ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, ഇപ്പം എൻ്റെ ഓൾറെഡി ഫോണിൻ്റെ ടെമ്പറേച്ചർ 40 °C ആണ്. അതുകൊണ്ടാണ് ഞാൻ 35 °C ടെമ്പറേച്ചർ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തപ്പോൾ എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പോൾ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മുടെ ഫോൺ കുറച്ച് നേരം സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ കുറച്ച് നേരം ഉപയോഗിക്കാതിരിക്കുകയോ നമുക്ക് ചെയ്യാം. ഇത്തരത്തിൽ നമ്മുടെ ഫോണിൻ്റെ ലൈഫ് നമുക്ക് കൂട്ടാവുന്നതാണ്. ഈ ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ എന്തായാലും നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഒരു ആപ്ലിക്കേഷനാണ്. ഇത്തരത്തിൽ ആപ്ലിക്കേഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററി ലൈഫ് നമുക്ക് കൂടുതൽ ലഭിക്കുന്നതാണ്. സ്ഥിരമായി ഫോൺ ഉപയോഗിക്കുന്നവർ കുറച്ച് സമയം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുവാൻ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഫോൺ ചാർജിങ്ങിനോ അല്ലാതെ വെക്കുമ്പോൾ ടേബിളിൻ്റെ അറ്റത്തോ താഴെ വീഴാവുന്ന സ്ഥലത്തോ നിന്ന് മാറ്റി വയ്ക്കുക. ഫോൺ വയ്ക്കുന്ന സ്ഥലം സേഫ് ആണെന്ന് ഉറപ്പുവരുത്തുക. ഫോൺ കയ്യിൽ പിടിച്ച് നടക്കാതിരിക്കുക. ഫോൺ കയ്യിൽ പിടിച്ച് നടക്കുന്നതിലൂടെ ഫോൺ താഴെ വീഴാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അത്തരത്തിൽ ഒരുപാട് പേരുടെ ഫോൺ താഴെ വീണതിൻ്റെ ഡിസ്പ്ലേയോ അല്ലെങ്കിൽ വേറെ വർക്കാവാത്ത കംപ്ലൈൻറ്റ് പല രീതിയിലും വരാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ഇതിലും നല്ല വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.